قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർറാഹിമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾക്കിടയിലാണെങ്കിലും മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉയർന്നു വരികയുണ്ടായി. അത് മറ്റൊന്നുമല്ല, ബഹുമാന്യനായ പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് നമ്മുടെ എറണാകുളത്ത് വെച്ച് നടന്ന മനോരമ ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഒരു സാംസ്കാരിക പരിപാടിയിൽ, ഓർത്തൂസ് എന്ന പേരിൽ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് മുനവ്വർ അലി തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് കൊടുത്ത അല്ലെങ്കിൽ പ്രകടിപ്പിച്ച ഒരഭിപ്രായമാണ് വിവാദമായത്. ആ കുട്ടി പറഞ്ഞത് മറ്റൊന്നുമല്ല, ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ആ കുട്ടി പ്രതികരിക്കുന്നത്. ചോദ്യം: എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾക്ക് മാത്രം പള്ളിയിൽ പ്രവേശനം അനുവദിക്കാത്തത് എന്നതായിരുന്നു ചോദ്യം. ചുരുക്കി അതിനാ കുട്ടി പറഞ്ഞ മറുപടി: ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്ത്രീകൾക്ക് പള്ളി വിലക്കുകളൊന്നുമില്ല. അത് ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ്, കൾച്ചറലായി ഉണ്ടായി വന്ന കാര്യമാണ്. അല്ലാതെ ഇസ്ലാമിൽ അങ്ങനെ പള്ളിയിൽ എൻട്രി ചെയ്യാൻ പാടില്ല എന്ന നിബന്ധനയോ നിർബന്ധങ്ങളോ ഒന്നും ഇസ്ലാമിലില്ല. അതുകൊണ്ട് ഇത് മാറേണ്ടതുണ്ട്, ഇത് പെട്ടെന്ന് തന്നെ മാറും എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ മാറണം എന്നൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ആ പെൺകുട്ടി നടത്തിയത്. ഇത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കഴിഞ്ഞപ്പോൾ സ്വന്തം പിതാവ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ ഒരു തിരുത്ത് കൊടുത്തു. തിരുത്ത് എന്ന് പറയാൻ പറ്റില്ല, ഒരുതരം നിഷേധക്കുറിപ്പാണ് അദ്ദേഹം കൊടുത്തത്. അതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഇതാണ്. വലിയ ഫേസ്ബുക്ക് പോസ്റ്റാണത്. അതിൻ്റെ ഒരു സമ്മറൈസ് എന്ന് പറയാവുന്ന, ഒരു സമ്മറി എന്ന് പറയാവുന്ന രൂപത്തിൽ പറഞ്ഞാൽ, ആ വിഷയത്തിൽ ആവശ്യമായ മതബോധമോ, മറ്റൊരാൾ പറഞ്ഞതുകൊണ്ടാണ് ആ പറഞ്ഞ വാക്കുകൾ തന്നെ ഉദ്ധരിക്കുന്നത് സൂക്ഷ്മതയുടെ ഭാഗമായിട്ട്, ആ വിഷയത്തിൽ ആവശ്യമായ മതബോധമോ പഠനത്തിൻ്റെ പര്യാപ്തതയോ ഇതുവരെ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനമായി മാത്രം കാണണമെന്നാണ് അഭ്യർത്ഥന. ഇതാണ് ബഹുമാന്യനായ മുനവ്വർ അലി തങ്ങളുടെ കുറിപ്പ്. ഇത് വന്നതോടുകൂടി, ഈ സംഭവം പെൺകുട്ടി പറഞ്ഞതോടുകൂടി, ഒരു കുറേ ആളുകൾ പാണക്കാട് തറവാടിനെ അടിക്കാൻ കിട്ടിയ ഒരു വടിയായി വളരെ സന്തോഷപൂർവ്വം ഉപയോഗപ്പെടുത്തിയെന്ന് വേണം അതിൻ്റെ
ശൈലികളും അവർ ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെയും മറ്റും സോഷ്യൽ മീഡിയയിൽ വരുന്ന അവരുടെ കുറിപ്പുകളുടെയൊക്കെ ശൈലിയും ഒക്കെ കണ്ടാൽ ഞങ്ങൾക്ക് കിട്ടിപ്പോയ എന്ന രൂപത്തിൽ പാണക്കാട് കുടുംബത്തെ തല്ലാനുള്ള, കൊത്തിവലിക്കാനുള്ള, അവരെ വഹാബികളാക്കാനുള്ള, വഹാബിച്ചികളാക്കാനുള്ള കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തുകയുണ്ടായി. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കോ വിശകലനങ്ങളിലേക്കോ അല്ല പോകുന്നത്. ആ കുട്ടി പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത്രമാത്രം തിരുത്തു കൊടുക്കേണ്ട അങ്ങനെ ഒന്നില്ല. മുനവ്വറലി ശിഹാബ് തങ്ങൾ അത് പറയുമ്പോൾ അതിനർത്ഥം അങ്ങനെ ഒന്നില്ല, അത് കുട്ടിക്ക് അബദ്ധം പറ്റിയതാണ്, പക്വതയില്ലായ്മയാണ്, വിജ്ഞാനത്തിൻ്റെ പര്യാപ്തതയുടെ കുറവാണ് എന്നൊക്കെ പറയാൻ മാത്രം ആ കുട്ടി പറഞ്ഞത് പറയാൻ പാടില്ലാത്ത ഒരപരാധമാണോ? അതൊരു കുറ്റമാണോ? അതിന് ഇസ്ലാമിക സമൂഹത്തിൽ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇല്ലാത്തതാണോ ആ കുട്ടി പറഞ്ഞത് എന്ന് നമ്മളാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നിങ്ങളാരും വിചാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആ കുട്ടി പറഞ്ഞതാണ് ശരി. അഥവാ ഒരു കുറേ ആളുകൾ ഉണ്ടാക്കിയെടുത്തതാണ് സ്ത്രീകൾക്ക് നമസ്കാരത്തിന് പള്ളിയിൽ പോകാൻ പാടില്ല, അത് ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരമല്ല എന്നൊക്കെ ആളുകൾ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ് എന്ന് ആ കുട്ടി പറഞ്ഞതാണ് അല്ലേ? അതല്ലേ ശരി? ആളുകൾ ഉണ്ടാക്കിയെടുത്തതല്ലേ പള്ളിയിൽ പോകാൻ പാടില്ല എന്നുള്ളത്? നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ പറഞ്ഞില്ലാതെയാക്കിയതല്ലേ അത്? ഇസ്ലാമിക പ്രമാണങ്ങളിൽ അള്ളാഹുവിൻ്റെ അടിമകളായ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് എവിടെയെങ്കിലുമുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, പോകാമെന്നതിന് നിരവധി തെളിവുകൾ ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടത്, ഇതിൻ്റെ പുറകിൽ നമ്മൾ സഞ്ചരിച്ചാൽ, അഥവാ സ്ത്രീ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അഥവാ വിശുദ്ധ ഖുർആനിലും ഹദീസ് ഷരീഫിലും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അന്വേഷിക്കാനും പഠിക്കാനും കൗതുകത്തോടുകൂടി നിങ്ങളൊന്ന് ശ്രമിച്ചാൽ ഞാൻ പറയുന്നു, മറ്റേതൊരു വിഷയത്തെക്കാളും ഉപരിയായി നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ പ്രമാണങ്ങളെ എങ്ങനെയാണ് വക്രീകരിക്കുന്നത്, നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ പ്രമാണങ്ങളെ സാമാന്യ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് എങ്ങനെയാണ് മറച്ചു പിടിക്കുന്നത്, എങ്ങനെയാണ് എട്ടുകാലി വലയേക്കാൾ ദുർബലമായ രൂപത്തിൽ സത്യം ജനങ്ങളുടെ മുമ്പിൽ നിന്ന് മറച്ചു പിടിക്കാൻ അവർ വ്യാഖ്യാന കസർത്ത് നടത്തുന്നത് എന്നൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ആർക്കും ബോധ്യപ്പെടും. മറ്റേതൊരു വിഷയത്തെക്കാൾ ഉപരിയായി ഈ വിനീതൻ വർഷങ്ങളോളം ഇതിൻ്റെ പുറകിൽ സഞ്ചരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ഇവർ എന്തൊക്കെ വ്യാഖ്യാന കസർത്തുകളാണ് നടത്തുന്നത്, എന്തൊക്കെ പറഞ്ഞതാണ് മാറ്റി പറയുന്നത്, എന്തൊക്കെ ആണ് ഓരോരോ ഹദീസുകളെക്കുറിച്ച് ഒരു മൗലവി പറയുന്നതല്ല മറ്റൊരു മൗലവി പറയുന്നത്, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, അങ്ങനെ ആകെ വൈരുദ്ധ്യത്തിൽ കുടുങ്ങി പലരും പല കോലത്തിൽ അവതരിപ്പിച്ച് ആകെ അവ്യക്തതയുണ്ടാക്കിയതിൻ്റെ കൃത്യമായ ഒരു ചിത്രം നമുക്ക് ഈ വിഷയത്തിൽ കിട്ടും. നിങ്ങൾ ഗൗരവത്തോടുകൂടി, കൗതുകത്തോടുകൂടി, ത്രില്ലോടുകൂടി ഇത് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അത് പഠിക്കാൻ ശ്രമിച്ചാൽ സ്ത്രീകൾക്ക് ഏത് നമസ്കാരത്തിലും പള്ളിയിൽ പോകണം എന്ന്, പോയേ പറ്റൂ എന്ന് ഇവിടെ ആരും പറയുന്നില്ല. ഇനി ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ പറച്ചിൽ ശരിയുമല്ല. ഇവിടെ പെണ്ണുങ്ങളെല്ലാം എഞ്ചൊക്കത്തിലും പുരുഷന്മാരെ പോലെ പള്ളിയിൽ പോയി തന്നെ നിസ്കരിക്കണം എന്നൊരു വാദമുള്ളതായി എനിക്കറിയില്ല, അല്ലെങ്കിൽ നമുക്കറിയില്ല. ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാദത്തെ നമുക്ക് അംഗീകരിക്കാനും സാധ്യമല്ല. നമ്മൾ പറയുന്നതും നമ്മൾ അംഗീകരിക്കേണ്ടതും അള്ളാഹുവിൻ്റെ അടിമയായ സ്ത്രീകൾക്ക് ഏത് നമസ്കാരത്തിനും
ഏത് പള്ളിയിലും എപ്പോഴും ചെല്ലാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. ആ വസ്തുതയുടെ മുൻപിൽ കേരളത്തിലെ ഏതെങ്കിലും മുഅല്ലിമോ മുതഅല്ലിമോ മഹാന്മാരായ പണ്ഡിതന്മാരോ അവരുടെ ഭാര്യമാരെയും പെങ്ങന്മാരെയും സഹോദരിമാരെയും ഒക്കെ പള്ളിയിൽ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന ചോദ്യം എട്ടുകാലി വലയേക്കാൾ ദുർബലമാണ്. ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥാപിതമാകുന്നത് ഈ രാജ്യത്തെ ഏതെങ്കിലും മുഅല്ലിം അത് ചെയ്തിട്ടുണ്ടോ, മുതഅല്ലിം അത് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും ഉലമാവ് ചെയ്തിട്ടുണ്ടോ എന്നല്ല. മറിച്ച് ജീവിതത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റുപോലും ചെയ്യുകയോ ഒരു തെറ്റുപോലും പ്രവർത്തിക്കുകയോ ചെയ്യാത്ത അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മുഅല്ലിം അത് ചെയ്തിട്ടുണ്ടോ, മുതഅല്ലിം അത് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും സംഘടനാ നേതാക്കന്മാർ അത് ചെയ്തിട്ടുണ്ടോ എന്നൊരു വിശ്വാസിക്ക് നോക്കേണ്ട കാര്യമില്ല. എന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ സന്നദ്ധമായാൽ നമുക്ക് വേറെ ചില കാര്യങ്ങളും കൂടി ബോധ്യപ്പെടും. അതാണ് ഇതിൻ്റെ രസകരമായ സംഗതി. ഇത് പഠിക്കാൻ ശ്രമിച്ചാൽ, അതായത് ഇസ്ലാം അംഗീകരിച്ച ഒരു കാര്യം തന്നെ ചരിത്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ദൗർഭാഗ്യവശാൽ എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടാൽ, പിന്നീടത് പാരമ്പര്യമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രമാണമുദ്ധരിച്ചുകൊണ്ട് തിരുത്താൻ പോലും സാധിക്കില്ല. അഥവാ ഇസ്ലാം അംഗീകരിച്ച ഒരു കാര്യം, ചെയ്യുന്ന ഒരു കാര്യം, പ്രവാചകൻ ചെയ്തു കാണിച്ചൊരു കാര്യം ചരിത്രത്തിൽ എവിടെയെങ്കിലും വെച്ച് അത് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടത് പിന്നെ പാരമ്പര്യമായി മാറി. അങ്ങനെ പാരമ്പര്യമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് പ്രമാണത്തിലുണ്ട്, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ശരിയല്ല, പ്രമാണം അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പ്രമാണം ഉദ്ധരിച്ചാലും ജനം അത് അംഗീകരിക്കില്ല. സാമാന്യ ജനം അത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമായിരിക്കും. എന്തുകൊണ്ടാണ് അതെന്നറിയാമോ? അതിന് പിന്നിലൊരു മനഃശാസ്ത്രമുണ്ട്. സാമാന്യ ജനത്തിന് പ്രമാണം എന്ന് പറയുന്നത് യഥാർത്ഥ പ്രമാണമല്ല. സാമാന്യ ജനത്തിന് പ്രമാണം എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. സാമാന്യ ജനം എന്താണ് കാണുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നതാണ് അവർക്ക് പ്രമാണം. അല്ലാതെ യഥാർത്ഥ പ്രമാണത്തിൽ എന്താണുള്ളത് എന്നത് അവരെ സംബന്ധിച്ച് പ്രശ്നമല്ല. അപ്പം അതുകൊണ്ട് യഥാർത്ഥ പ്രമാണത്തിൽ ഉള്ളത് പറഞ്ഞാലും അവരത് അംഗീകരിക്കില്ല. കാരണം ഞങ്ങൾ കണ്ടതും കേട്ടതും കാണുന്നതും ഒന്നും ഇങ്ങനെയല്ല എന്നവർ വിചാരിക്കും, പറയും. എത്രയൊക്കെ പോയാലും എന്തൊക്കെ പറഞ്ഞാലും എന്നാലും ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്, അങ്ങനെ വരുമോ, അങ്ങനെ നുണ പറയുമോ, അങ്ങനെ മറച്ചു പിടിക്കുമോ, അങ്ങനെ വക്രീകരിക്കുമോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അത് വക്രീകരിക്കും എന്നുള്ളതിനും അത്യാവശ്യത്തിന് കളവ് പറയും എന്നുള്ളതിനും മറച്ചു പിടിക്കും എന്നുള്ളതിനും ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ വിഷയം. ഞാനിപ്പോൾ ഈ പറഞ്ഞല്ലോ, പാരമ്പര്യമാണ് പ്രമാണം എന്നത്. അതിന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്കത് തിരിയും. രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം സ്ത്രീ പള്ളി പ്രവേശം. രണ്ടാമത്തെ കാര്യം നമ്മുടെ നാട്ടിൽ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന അടിയന്തരം. ഇത് രണ്ടും പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ആളുകൾക്ക് പ്രമാണമല്ല പ്രമാണം, പാരമ്പര്യമാണ് പ്രമാണമെന്ന്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, അനുവദിച്ചതാണ്, അവകാശമായി അവർക്ക് കൊടുത്തതാണ്. നിങ്ങൾക്ക് പള്ളിയിൽ പോകാം, എപ്പോൾ വേണമെങ്കിലും പോകാം, രാത്രി വേണമെങ്കിൽ പോകാം, പകൽ വേണമെങ്കിൽ പോകാം, ജുമാക്ക് വേണമെങ്കിൽ പോകാം, തറാവീഹിന് വേണമെങ്കിൽ പോകാം, ഇഅ്തികാഫിരിക്കണമെങ്കിൽ പോകാം, എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പള്ളിയിൽ പോകാം. ഇത് അനുവദിച്ചതാണ്. ഇത് പ്രവാചകന്റെ കാലത്ത് പെണ്ണുങ്ങൾ ചെയ്തിരുന്നതാണ്, സ്ത്രീകൾ ചെയ്തിരുന്നതാണ്, ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇതെങ്ങനെയോ ചരിത്രത്തിൽ വെച്ച് നഷ്ടമായി, എവിടെയോ വെച്ച് നഷ്ടമായിട്ട് പിന്നെ പാരമ്പര്യമായി മാറിയത് ആ നഷ്ടമായ കാര്യമാണ്. ഇപ്പം അതാണ്, അത് നഷ്ടമായി പോയ അവസ്ഥ ഇപ്പം നമ്മൾ പാരമ്പര്യമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ എവിടെ ഭൂരിഭാഗവും സ്ത്രീകൾ, പണ്ടത്തേതിനേക്കാളൊക്കെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, എന്നാൽ പോലും ഭൂരിഭാഗം സ്ത്രീകൾ ഇന്ന് പള്ളിയിൽ പോകില്ല. യാത്രാമതിയാണെങ്കിലും പോലും പള്ളിയിൽ കയറൂല, അവിടെ സൗകര്യമില്ല. ഇതാണ് പാരമ്പര്യം. എന്നാൽ ഇസ്ലാമിൻ്റെ പ്രമാണം അതാണോ പറയുന്നത്? അല്ല, നിങ്ങൾക്ക് ഏത് പള്ളിയിലും പോകാമെന്നതാണ്. പക്ഷെ ഇപ്പോൾ അത് പാരമ്പര്യമായി കഴിഞ്ഞപ്പോൾ സാമാന്യ ജനത്തിന് പ്രമാണം അതായി. ഇപ്പോൾ എവിടെ എന്തെങ്കിലും 100,000 ഹദീസ് ഉദ്ധരിച്ചാലും സാമാന്യ ജനം അത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ സന്നദ്ധമല്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് പ്രമാണത്തിൽ ഉണ്ടായിട്ട് പാരമ്പര്യത്തിൽ നഷ്ടമായതാണ് ഈ കാര്യം. ഇനി ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് അടിയന്തരം കഴിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിലെ പ്രമാണത്തിൽ ഇല്ല, ഒരു പ്രമാണത്തിലുമില്ല. ഈ അടിയന്തരം കഴിക്കുന്നതിനെ ന്യായീകരിക്കുന്ന ഏതെങ്കിലും പണ്ഡിതന്മാർ ആരെങ്കിലും എന്നെങ്കിലും ഏതെങ്കിലും പ്രമാണം ഉദ്ധരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണൂല. കാരണം അതിന് പ്രമാണം ഇല്ല.
ഒരു ഹദീസിലും ഇല്ല, ഒരു വാക്ക് പോലും ഇല്ല, ഒരു കള്ള ഹദീസ് പോലും ഇല്ല. ഹദീസുകൾ പലവിധമുണ്ട്. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസുണ്ട്, സ്വഹീഹ് ആയിട്ടുള്ള ഹദീസുണ്ട്, ലൈഫ് ആയിട്ടുള്ള ഹദീസുണ്ട്, മൗദൂ ആയിട്ടുള്ള ഹദീസുണ്ട്. മൗദൂ ആയിട്ടുള്ള ഹദീസാണ് കെട്ടി ഉണ്ടാക്കിയത്. ആയിരക്കണക്കിന് ഹദീസുകൾ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് നബിയുടെ പേരിൽ. അങ്ങനെ കെട്ടി ഉണ്ടാക്കിയ ഹദീസ് പോലും ഇല്ല മരിച്ചു കഴിഞ്ഞാൽ അടിയന്തരം കഴിക്കണം, അല്ലെങ്കിൽ കണ്ണോക്ക് കഴിക്കണം, അല്ലെങ്കിൽ 40 കഴിക്കണം, അല്ലെങ്കിൽ ആണ്ട് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഇസ്ലാമിന് ദുർബലമായൊരു പ്രമാണം പോലും ഇല്ല. നിങ്ങൾ ആരോട് ചോദിച്ചാലും അവർക്ക് പ്രമാണം ഉദ്ധരിക്കാൻ പറ്റില്ല. അവരതിന് പകരം ചോദിക്കുക, യാസീൻ ഓതുന്നത് നല്ലതല്ലേ, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതല്ലേ, ഇങ്ങനെയൊക്കെ ഉള്ള ഒടക്ക് ന്യായങ്ങളായിരിക്കും പറയുക. അതിനപ്പുറം ഇപ്പൊ നിസ്കാരം നല്ലതല്ലേ എന്നാണോ നിങ്ങൾ ആരെങ്കിലും നിസ്കാരം ഇസ്ലാമിലുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും മറുപടി പറയുക, നിസ്കാരം നല്ലതല്ലേ, അതിനകത്ത് ഫാത്തിഹ ഓതുന്നില്ലേ, അതിനകത്ത് സൂറത്ത് ഓതുന്നില്ലേ, ഖുർആനില്ലേ എന്നാണോ നിങ്ങൾ മറുപടി പറയുക? അല്ല. പകരം നമ്മൾ എന്താ മറുപടി പറയുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നു, ആ നമസ്കരിച്ചിരുന്ന കാര്യം ഇങ്ങനെയാണ് നമസ്കരിച്ചിരുന്നല്ലേ പറയാം. അല്ലാതെ അതിനകത്ത് ഓതുന്നത് ഫാത്തിഹയല്ലേ, അതിനകത്ത് ഓതുന്നത് ഖുൽ ഹുവല്ലാഹയല്ലേ, അതിനകത്ത് ഓതുന്നത് അത്തഹിയാത്തല്ലേ നമ്മൾ ആരോടെങ്കിലും പറയോ? ഇല്ലല്ലോ. ഇതുപോലൊരു പ്രമാണം അടിയന്തരവുമായി, ആണ്ടുമായി, 40-മായി, കണ്ണോക്കുമായിട്ടില്ല. ഇത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് ചരിത്രത്തിൽ എവിടെയോ വെച്ച്, പള്ളിപ്രവേശം ചരിത്രത്തിൽ എവിടെയോ വെച്ച് പ്രമാണത്തിലുള്ളത് നഷ്ടപ്പെട്ടതാണെങ്കിൽ, അടിയന്തരം കണ്ണോക്ക് ആണ്ട് എന്ന് പറയുന്നത് ചരിത്രത്തിൽ എവിടെയോ വെച്ച് പ്രമാണത്തിൽ ഇല്ലാത്തത് കടന്നുകൂടിയതാണ്. ആദ്യത്തേത് നഷ്ടപ്പെട്ടതാണെങ്കിൽ ഇത് കടന്നുകൂടിയതാണ്. ഇത് കടന്നുകൂടി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അത് പാരമ്പര്യമായി. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അടിയന്തരം ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് ആളുകൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇതാണ് വ്യത്യാസം. അതാണ് പ്രമാണം, പാരമ്പര്യം പ്രമാണമായി മാറിയാലുള്ള തകരാറ്. അതാണ് ഒന്ന്, പ്രമാണത്തിലുണ്ടായിട്ട് ചരിത്രത്തിൽ നഷ്ടപ്പെട്ടതാണ്. മറ്റേത് പ്രമാണത്തിൽ ഇല്ല പക്ഷെ ചരിത്രത്തിൽ കയറി കൂടിയതാണ്. ഇത് രണ്ടും എന്തായി? പാരമ്പര്യമായി. പാരമ്പര്യമായപ്പോൾ എന്തായി? പിന്നെ തെളിവുകൾ എന്തോരം ഉദ്ധരിച്ചാലും ആളുകൾ അത് അംഗീകരിക്കില്ല. എന്നാലും ആളുകൾക്ക് ചോറ് കൊടുക്കലല്ലേ, എന്നാലും ഒരു ഫാത്തിഹ ഓതലല്ലേ എന്ന് പറയും. ഇപ്പൊ ഒരാൾ മരിച്ചതിന് ശേഷം അടിയന്തരം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ആകാശം ഒടിഞ്ഞു കൊണ്ടിട്ടല്ല ഞാനീ പറയുന്നത്. ഞാനൊരു സംഭവം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മുസ്ലിം സമൂഹത്തിൽ ഇന്ന് കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ പറയുന്നത്, സ്ത്രീ പള്ളിപ്രവേശത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ പണ്ഡിതന്മാർ ഇപ്പോൾ അതിന് നേരെ കുറച്ച് ചാടുന്നുണ്ട്. സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകണം, പള്ളിയിൽ പോകാം എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ മതയുക്തിവാദികളുടെ വാദമാണ് എന്നാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ചിലർ പറഞ്ഞിട്ടുള്ളത്. മതയുക്തിവാദികൾ അഥവാ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും മുജാഹിദുകാരുടെയും ഒക്കെ വാദമാണിത്. അല്ലാതെ ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെയൊന്നും പള്ളിയിലൊന്നും ആരും പോയിട്ടില്ല, ഹറാമാണ് എന്നാണ് പറയുന്നത്. ഇത് പല രൂപത്തിൽ പറയും. അതാണ്, ഇതൊന്നും വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല, അത് വിശദീകരിക്കേണ്ടതുമില്ല. പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് പഠിച്ചാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാവും. ചില സമയത്ത് കറാഹത്താണെന്ന് പറയും, ചില സമയത്ത് ഹറാമാണെന്ന് പറയും, ചില സമയത്ത് പോയിട്ടുണ്ട് പക്ഷെ അത് ആ കാലത്താണെന്ന് പറയും, ചില സമയത്ത് പറയും ഹിജാബിന്റെ ആയത്ത് അവതരിന് ശേഷം പിന്നെ ആരും പോയിട്ടില്ല എന്ന് പറയും. ഇങ്ങനെ തക്കവും താളവും പോലെ മുമ്പിൽ കിട്ടുന്ന ആളുകളെയും കൂടി നോക്കിയിട്ട് മറുപടി പറയും. മുമ്പിൽ കിട്ടുന്നത് ഒരു സാമാന്യ ജനത്തിൽപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ മുമ്പിൽ നിന്ന് ഇത് എങ്ങനെ മറച്ചു പിടിക്കാൻ പറ്റും എന്നുള്ള രൂപത്തിൽ മറുപടി പറയും. സാമാന്യ ജനമാകുന്ന നമ്മളെന്താ മനസ്സിലാക്കുക? നമുക്കൊന്നും അറിയാൻ പാടില്ല, ഇവർ പണ്ഡിതന്മാരല്ലേ, ഇവരങ്ങനെ നുണ പറയോ, അങ്ങനെ കളവ് പറയോ എന്ന അങ്ങേയറ്റത്തെ നിഷ്കളങ്കമായ മനസ്സാണ് പാവപ്പെട്ട നമുക്കുള്ളത്. എന്നാൽ 10 കാശ് കിട്ടുന്ന ഒരു കാര്യം ഒരാൾ പറഞ്ഞാലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും പഠിക്കും. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 10 കാശ് കൈ വരുന്ന കാര്യമാണ്. അത് ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളതെങ്കിലും നമ്മളിനി ഇംഗ്ലീഷിലല്ല ചൈനീസ് ഭാഷയിലാണ് എഴുതിയിട്ടില്ലെങ്കിലും നമ്മൾ വിസ എടുത്ത് ചൈനയിൽ പോയി അത് എന്താണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കും. 10 കാശ് കിട്ടുന്ന കാര്യമാണെങ്കിൽ. അതല്ല ദീനിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ജാഹിലും ആവും. ഒരു വിവരവും നമുക്ക് അതിനെക്കുറിച്ചില്ല. അത് നമ്മൾ കേട്ട പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, കണ്ട പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന സമീപന രീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ള വിഷയങ്ങൾ പോലെയല്ല ഈ സ്ത്രീ പ്രശ്നം, പള്ളിപ്രവേശം എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് മാനങ്ങളുണ്ട്. ഇത് വെറും ഒരാളും എൻ്റെ സഹോദരന്മാരോട് പറയാനുള്ള ഇതൊരു കർമ്മശാസ്ത്ര പ്രശ്നമായി കാണരുത്. ഇതൊരു കർമ്മശാസ്ത്ര പ്രശ്നമായി കാണരുത്, പ്രത്യേകിച്ച് ഈ കാലത്ത്. ഇത് സ്ത്രീകളുടെ ഒരു അവകാശത്തിൻ്റെ പ്രശ്നമാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് ചർച്ച ചെയ്യാം. ഇത് സ്ത്രീകളുടെ ഒരു അവകാശത്തിൻ്റെ പ്രശ്നമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമസ്കാരം സ്ത്രീക്ക് നിർബന്ധമുള്ള കാര്യമാണ്.
പുരുഷനെ പോലെ തന്നെ നിർബന്ധമുള്ള കാര്യമാണ്. ഈ ഭൂമിയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഫിഖ്ഹിന്റെ കിതാബ് എടുത്താലും പുരുഷനെ പോലെ എല്ലാ സ്ത്രീക്ക് നമസ്കാരം, അവൾക്ക് സൗകര്യം പോലെയൊക്കെ നിസ്കരിച്ചാൽ മതി എന്ന് എവിടെയും നമ്മൾ കാണൂല. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്ന് പറയുന്നത് ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ സമയബന്ധിതമായ സമയനിർണിതമായ കാര്യമാണ്, വല്ലപ്പോഴും നിർവഹിക്കേണ്ടതല്ല. അത് സ്ത്രീക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ന് സ്ത്രീകൾ തൊഴിൽ രംഗത്തും സ്ത്രീകൾ യാത്രാ മേഖലയിലും സ്ത്രീകൾ ടൂർ രംഗത്തും ഒക്കെ സജീവമായി ഉള്ളത് കൊണ്ട് തന്നെ ഈ സംഗതി പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അതിലൂടെ സംഭവിക്കുക നമസ്കാരം നഷ്ടപ്പെടലായിരിക്കും. പിന്നെ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെ കൂട്ടിയടിക്കാൻ എല്ലാ നിസ്കാരവും കൂടി ഒന്നിച്ച് നിസ്കരിക്കാൻ നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടും നമ്മൾ ശീലിച്ചിട്ടുള്ളത് കൊണ്ടും നമുക്കത് വലിയ പ്രശ്നമായി തോന്നൂല. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ വൈകുന്നേരം രാത്രി വന്ന് എല്ലാം കൂടി ഒന്നിച്ച് അങ്ങോട്ട് നിസ്കരിച്ചാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ വേറെ പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീ പള്ളി പ്രവേശം എന്ന് പറയുന്നത് ചില്ലറ അഭിപ്രായ കൂട്ടുപ്രാർത്ഥന കുനൂത്ത് പോലുള്ള പ്രശ്നമല്ല. നമ്മൾ ആ വിഷയം മെമ്പറിൽ ചർച്ച ചെയ്യില്ല. ആ വിഷയം ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. കാരണം അത് അത്രയും വലിയ ചർച്ച ചെയ്യാൻ മാത്രം പ്രാധാന്യമുള്ള ഒരു വിഷയമല്ല. അത് കുനൂത്ത് ഓതുന്നവർക്ക് ഓതാൻ പറ്റില്ല, ഓതണ്ട എന്ന് വിചാരിക്കും, അതാകാം. അതാണ് ആ വിഷയത്തിൽ നമ്മൾ നേരത്തെ മുതൽ പറഞ്ഞു വന്നിട്ടുള്ളത്. അതുപോലൊരു വിഷയമല്ല അത്. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദീസ് ഷരീഫിൽ ഏതെങ്കിലും തലക്കലോ മൂലക്കലോ ഒരു വചനത്തിലൂടെ പറഞ്ഞു പോയ ഒരു കാര്യമല്ല സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം, ജുമാക്ക് പോകാം, എവിടെയും പോകാം, നമസ്കാരത്തിന് പോകാം എന്നുള്ളത്. മറിച്ച് ഹദീസ് പരിശോധിച്ചു കഴിഞ്ഞാൽ സിഹാഹു സിത്ത എന്ന് പറയുന്ന 6 ഹദീസ് ഗ്രന്ഥങ്ങൾ, പൊതുവിൽ പ്രാമാണികമെന്ന് വിശ്വസിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ, അതിലേറ്റവും പ്രാമാണികമെന്ന് വിശ്വസിക്കുന്ന സ്വഹീഹുൽ ബുഖാരി, അതുപോലെ തന്നെ സ്വഹീഹുൽ മുസ്ലിം പോലുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഒരിടത്തു മാത്രമല്ല 150ഓളം ഹദീസുകൾ, അത് വ്യത്യസ്തമായ പരമ്പരകളിലൂടെ ഉദ്ധരിച്ചത് എണ്ണത്തിൽപ്പെടുത്തുകയാണെങ്കിൽ 1000ഓളം വരുന്ന ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. സ്ത്രീകൾക്ക് പള്ളിയിൽ നിർവഹിക്കാൻ വേണ്ടി പോകാമെന്ന്. 1-2 150ഓളം ഹദീസുണ്ട്. അത് ഏതൊക്കെ വിഷയത്തിൽ? 5 നേരത്തെ നമസ്കാരത്തിന് പള്ളിയിൽ പോകാം എന്നതിന് പ്രമാണമുണ്ട്. ജുമാ നമസ്കാരത്തിന് പള്ളിയിൽ പോകാം എന്നതിന് പ്രമാണമുണ്ട്. രാത്രി നമസ്കാരങ്ങളിൽ പള്ളിയിൽ പോകാം എന്നതിന് ഹദീസുണ്ട്. ഗ്രഹണ നമസ്കാരങ്ങളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാം എന്നതിന് ഹദീസുണ്ട്. 2 പെരുന്നാൾ നമസ്കാരത്തിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാം എന്നതിന് ഹദീസുണ്ട്. ഇഅ്തികാഫിന് സ്ത്രീകൾക്ക് പള്ളിയിലിരിക്കാം എന്നതിന് പ്രമാണമുണ്ട്. ഇതിനെല്ലാം ഉണ്ടായിരിക്കെ തന്നെയാണ് ഈ സാമാന്യ ജനത്തെ നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഇത് വെറുതെ എവിടെയെങ്കിലും മൂലക്കലും തലക്കലും പറഞ്ഞതല്ല. നിങ്ങളൊന്ന് ആലോചിക്കണം. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹുൽ ഉദ്ധരിച്ച ഹദീസാണിത്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. അള്ളാഹുവിന്റെ അടിയാത്തികളെ നിങ്ങൾ ഒരു കാരണവശാലും പള്ളിയിൽ നിന്ന് തടയരുത്. മിക്കവാറും ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിന് സമാനമായ ഹദീസുകൾ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയരുത്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. ഇത് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹുൽ ഉദ്ധരിച്ചതാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹുൽ ഉദ്ധരിച്ച ഒരു വചനം നിങ്ങൾ നോക്കൂ. ഇദസ്തഅദൻതു ഇംറഅത അഹദുക്കും ഫലാ യംനഉഹാ. നിങ്ങളിൽ ആരോടെങ്കിലും ഒരു പെണ്ണ് പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ ഫലാ യംനഉഹാ, അവളെ നിങ്ങൾ തടയരുത്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹുൽ ഉദ്ധരിച്ചതാണ്. ഇനി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിലും ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിലും ഉദ്ധരിച്ച ഹദീസ്, ഈ ഹദീസിന്റെ പ്രത്യേകത എന്താണെന്ന് എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് അറിയാമോ? ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിലും ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിലും ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ചാണ് നമ്മൾ സാധാരണ മുത്തഫഖുൻ അലൈഹി ആയുള്ള ഹദീസ്, ഏറ്റവും പ്രാമാണികവും പ്രബലവുമായ വചനം എന്നാണ് പൊതുവിൽ മുസ്ലിം ലോകം അതിനെക്കുറിച്ച് പറയുന്നത്. അഥവാ മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള, നമ്മൾ സാധാരണ പറയുന്ന സത്യത്തിന് യാഥാർത്ഥ്യത്തിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പറയാറില്ലേ, അയാളാ പറഞ്ഞ കാര്യം മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത്രയും റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, സത്യമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. അഥവാ ബുഖാരിയുടെ സഹീഹിലും കാണാൻ കഴിയും, മുസ്ലിമിന്റെ സഹീഹിലും കാണാൻ കഴിയും, വേറെ പല സഹീഹിലും അത് കണ്ടേക്കും. എന്നാലും മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ടാകും. അങ്ങനത്തെ ഒരു ഹദീസാണ് ഇദസ്തഅദനകും ബില്ലൈലി ഇലൽ മസ്ജിദ്. രാത്രി പള്ളിയിൽ പോകാൻ നിങ്ങളോട് നിങ്ങളുടെ പെണ്ണുങ്ങൾ അനുവാദം ചോദിച്ചാൽ ഫഅ്ദനൂ ലഹുന്ന, അവൾക്ക് അനുവാദം കൊടുക്കണം. രാത്രി കൊടുക്കണമെങ്കിൽ പിന്നെ പകൽ കൊടുക്കണമെന്നുള്ള കാര്യം ഉറപ്പല്ലേ?
രാത്രി നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പള്ളിയിൽ പോകണം എന്നൊരു പെണ്ണ് നമ്മുടെ ഭാര്യ ആവശ്യപ്പെട്ടാൽ നമുക്ക് തടയാൻ പറ്റില്ല. ഇത് അള്ളാന്റെ റസൂല് പറഞ്ഞാൽ തടയാൻ പറ്റില്ല. അതാ നമ്മൾ പറഞ്ഞത് അവളുടെ അവകാശമാണെന്ന് പറഞ്ഞത്. ഇത് എത്രയോ ഹദീസുകൾ ഇത് സംബന്ധമായിട്ടുണ്ട്. ഇനി നിങ്ങൾ മറ്റൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ്. ഇനി ഇത് സംബന്ധമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റു വിശദാംശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ ഉള്ളവനോട് ചോദിച്ചാൽ അത് പറയും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിന്റെ പുറകിൽ വർഷങ്ങളോളം സഞ്ചരിച്ച ഒരാളാണ്. ഇതിന്റെ വസ്തുതകൾ എന്തൊക്കെയാണ്, ഈ അതുകൊണ്ട് തന്നെ ഇത് സംബന്ധമായിട്ട് പരമാവധി കേരളത്തിൽ ഇറക്കിയിട്ടുള്ള ഒട്ടുമിക്ക പുസ്തകങ്ങളും ഭാഗ്യവശാൽ എനിക്ക് വായിക്കാനും പഠിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ട ചില പുസ്തകങ്ങൾ മാത്രമാണ് അതിനൊന്ന് വിട്ടുപോയിട്ടുള്ളത്. അത്രയും അത് പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ഫീലിംഗ് ഉണ്ട്. അഥവാ ഓരോ വസ്തുതകളെ എത്ര ദുർബലമായിട്ടാണ് വ്യാഖ്യാനിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ചു, സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ പോകുന്നു. സുബഹി നമസ്കാരം എപ്പോഴാ? അതിരാവിലെയുള്ള നിസ്കാരമല്ലേ? ഇരുട്ട് മൂടി നിൽക്കുന്ന സന്ദർഭത്തിലുള്ള നിസ്കാരമല്ലേ? നിങ്ങളൊന്ന് കേട്ടോളൂ. ലഖദ് ആരാ ഇത് പറയുന്നത്? മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, സ്വന്തം ഭാര്യ പ്രവാചകന്റെ പറയുകയാണ്. ലഖദ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലിൽ ഫജ്റ ഫയശ്ഹദു മഅഹു നിസാഉ മിനൽ മുഅ്മിനീൻ. സ്ത്രീകൾ, മുഅ്മിനീങ്ങളിൽപ്പെട്ട സ്ത്രീകൾ പ്രവാചകന്റെ കൂടെ സുബഹിക്ക് നമസ്കരിക്കാൻ വേണ്ടി പോകുമായിരുന്നു. യുസല്ലിൽ ഫജ്റ, ഫജ്ർ നമസ്കാരത്തിന്, സുബഹി നമസ്കാരത്തിന്. ഫയശ്ഹദു മഅഹു നിസാഉ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്നുള്ള സത്യവിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ. എന്നിട്ട് മുത്തലഫിഅതി ഫി മുറൂതിഹിന്ന, അവരുടെ ശരീരം മൊത്തം മറച്ചുകൊണ്ടാണ് അവർ പള്ളിയിൽ പോകുന്നത്. സുമ്മ യർജിഅന ഇലാ ബുയൂതിഹിന്ന, അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോരും. മാ യഅരിഫുഹുന്ന അഹദുൻ, ഒരാൾക്കും ഞങ്ങളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. ഒന്ന്, വസ്ത്രം പുതച്ചിരിക്കുന്നു. രണ്ടാമത്, അതിരാവിലെയാണ് ഇവർ പോയിട്ടുള്ളത്, അഥവാ ഇരുട്ടാണ്. ഈ സന്ദർഭത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂല് അവരെ തടഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ആലോചിക്കണം. അവർ പോയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ അബുവാബു സ്വലാത്ത് ഫി സിയാബ്, അഥവാ നമസ്കാരത്തിലെ വസ്ത്രം എന്ന ബാബിലുണ്ട് ഈ ഹദീസ്. ബുഖാരിയുടെ അത്തരം ബാബിൽ ഇങ്ങനൊരു ഹദീസ് ഇല്ലേ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് വിശ്വാസമുള്ള പണ്ഡിതന്മാരോടൊന്ന് അന്വേഷിച്ച് നോക്കൂ. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം കേട്ടു നോക്കൂ. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചാണ്. വേറെയും ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. നമ്മൾ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ബുഖാരിയും മുസ്ലിമും വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ആധികാരിക പ്രമാണ രേഖയായിട്ട് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഒരു ഗ്രന്ഥമായതുകൊണ്ടാണ് അത് നമ്മൾ ഉദ്ധരിക്കും. ബാക്കിയുള്ള ഹദീസ് ഗ്രന്ഥത്തിൽ ഇല്ലാത്തതുകൊണ്ടല്ല. സഹലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന റിജാലുൻ യുസല്ലൂന മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒപ്പം നമസ്കരിക്കാൻ നിൽക്കും. എന്താ നമസ്കാരത്തിന്റെ പ്രത്യേകത? അവരുടെ നിൽപ്പിന്റെ പ്രത്യേകത എന്താ? ആക്കിദി ഉസൂരിഹിം അലാ അനാഖിഹിം കഹൈഅത്തി സിബിയാൻ. കുട്ടികൾ വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രത്തിന്റെ രണ്ട് അറ്റം എടുത്ത് കഴുത്തേൽ ഇങ്ങനെ കെട്ടും. കഴുത്തേൽ ഇങ്ങനെ ഇങ്ങനെ വസ്ത്രം കെട്ടിയാലുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? വസ്ത്രം കാലിൽ നിന്ന് ഒരുപാട് ഉയർന്നു നിൽക്കും. കുട്ടികളെ പോലെ കഹൈഅത്തി സിബിയാൻ, കുട്ടികളെ പോലെ ചില ആളുകൾ വസ്ത്രം ഇങ്ങനെ കഴുത്തേലേക്ക് കെട്ടിയിടും. ഇങ്ങനെ ഉടുക്കുന്നതിന് പകരം ഇത് കഴുത്തേലേക്ക് കെട്ടും. അപ്പോൾ വസ്ത്രത്തിന് നീളം കുറയും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു രസം എന്നുള്ള നിലക്കല്ല. വസ്ത്രം ആ നാളുകളിൽ കുറവായിട്ടുണ്ടാകും ആളുകൾക്ക്. വസ്ത്രം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല അളവിൽ. അപ്പോൾ എന്നിട്ട് ഹദീസിൽ നമുക്ക് കാണാം, അങ്ങനെ ആളുകൾ നിൽക്കാൻ തുടങ്ങിയപ്പോൾ, ചിലരെങ്കിലും നിൽക്കാൻ തുടങ്ങിയപ്പോൾ, വയുക്കാലിനി നിസായി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങളോട് പറഞ്ഞു. അപ്പൊ ഈ പെണ്ണുങ്ങൾ എവിടെ? പെണ്ണുങ്ങൾ പള്ളിയിലാണ്. ഈ പെണ്ണുങ്ങളോട് പറഞ്ഞു, ലാ തർഫഅന റൂസകുന്ന ഹത്താ യസ്തവിയ റിജാലു ജുലൂസൻ. അതുകൊണ്ട് പെണ്ണുങ്ങളോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ എന്ത് വേണം? സുജൂദിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ എഴുന്നേൽക്കാൻ പാടുള്ളൂ. അതിന്റെ സമയം എന്തെന്നാ? മുൻപിലുള്ള പുരുഷൻ സുജൂദിൽ ഇരുത്തത്തിൽ വന്നതിന് ശേഷം വേണം നിങ്ങൾ എഴുന്നേൽക്കാൻ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇല്ലെങ്കിൽ ആ മുൻപിൽ നിൽക്കുന്ന പുരുഷന്റെ ഔറത്ത് കാണാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത്രയും ഒരവസ്ഥയിൽ പോലും അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞില്ല നിങ്ങൾ പള്ളിയിലേക്ക് വരരുത് എന്ന്. മറിച്ച് എന്താ പറഞ്ഞ? അതിന് വേറെ ചോയ്സാണ് കൊടുത്തത്.
പുരുഷന്മാർ എഴുന്നേറ്റ് ഇരുത്തത്തിൽ വന്നതിന് സുജൂദിലേക്ക് പോയ ഒരാൾ എഴുന്നേറ്റ് സുജൂദിൽ നിന്ന് ഇരുത്തത്തിലോ നൃത്തത്തിലോ വന്നതിന് ശേഷം വേണം നിങ്ങൾ എഴുന്നേൽക്കാൻ. അല്ലെങ്കിൽ എന്തു പറ്റും? നിങ്ങൾ അവരുടെ ഔറത്ത് കാണാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് വസ്ത്രമില്ലാത്തതിൻ്റെ പേരിൽ ഇവർ കഴുത്തിലേക്ക് കയറ്റിയാണ് ഇത് ഉടുത്തിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ കാലം ഏതാണ്? ഈ പെണ്ണ് എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? ഈ പെണ്ണ് നിൽക്കുന്നത് ഇപ്പോൾ നമ്മളൊക്കെ നിൽക്കുന്നതിൻ്റെ തൊട്ടു പുറകിലാണ് പെണ്ണുങ്ങൾ നിൽക്കുക. എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും സ്വഫ് വിശദീകരിച്ചെടുത്ത് നമുക്ക് കാണാൻ കഴിയും. ആദ്യം പുരുഷൻ, തൊട്ടു പുറകിൽ കുട്ടി, അതിൻ്റെ തൊട്ടു പുറകിൽ പെണ്ണ്. പെണ്ണിന് അങ്ങനെ വരാൻ പാടില്ലെങ്കിൽ പിന്നെ ആ സഫ് എന്തിനാ വിശദീകരിക്കുന്നത്? അള്ളാഹിൻ്റെ റസൂലിന് വേറെ മുറിയൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങൾക്ക് നമസ്കരിക്കാൻ അനുവാദം കൊടുത്തത് വരുന്ന ആണുങ്ങളുടെ പുറകിലാണ്. അപ്പൊ ആണുങ്ങളുടെ തൊട്ടു പുറകിലാണ് പെണ്ണുങ്ങളുടെ സ്വഫുള്ളത്. അല്ലാതെ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പോലെ അവിടെയല്ല. ആ സന്ദർഭത്തിലാണ് പറയുന്നത്, അവർ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ അവർ ഇരുത്തത്തിൽ വന്നതിന് ശേഷം വേണം നിങ്ങൾ എഴുന്നേൽക്കാൻ, സുജൂദിൽ നിന്ന് തല ഉയർത്താൻ. അത്രയും കൃത്യമായി പോലും പ്രമാണങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് നമുക്ക് കാണാം. അതെവിടെ ഉള്ളത്? ഇമാം ബുഖാരിയിലാണുള്ളത്. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ആണ് ഇത് ഉദ്ധരിക്കുന്നത്. ഇന്നി ലഅഖൂമു ഫി സ്വലാത്തി ഉരീദു അൻ ഉതവ്വില ഫീഹാ ഫസ്മഉ ബുകാ അസ്സബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ നമസ്കാരം അല്പം ദീർഘിപ്പിക്കണം എന്ന വിചാരത്തോടുകൂടി നിസ്കാരത്തിന് വേണ്ടി നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ഫസ്മഉ ബുകാ അസ്സബി, കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. ദീർഘിപ്പിക്കണമെന്ന് വിചാരിച്ച് ഞാൻ നിസ്കാരത്തിന് എഴുന്നേറ്റ് നിൽക്കും. നിന്ന് കഴിയുമ്പോൾ, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ പുറകിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഫഅതജവ്വസു ഫീ സ്വലാത്തി കറാഹിയതൻ അൻ അശുക്ക അലാ ഉമ്മിഹി. അവരുടെ ഈ കുട്ടികൾ കരയുമ്പോൾ അവരുടെ ഉമ്മമാർക്ക് വിഷമമുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാൻ വേണ്ടി നിന്ന് ഞാൻ നിസ്കാരം ചുരുക്കും. അപ്പോൾ ഈ കുട്ടി ഉമ്മായും എവിടെയായിരിക്കും ഉണ്ടാവുക? ഈ കുട്ടി ഉമ്മായും പള്ളിയിലല്ലേ ഉണ്ടാവുക? ഇത്ര വരെ എവിടെയുണ്ട്? ഹദീസുകളിലുണ്ട്, ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, തുർമുദിയിലുണ്ട്, നസായിലുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. ഇത്രയും മലർന്നു കിടക്കുന്ന തെളിവുകൾ ഉണ്ടായിരിക്കെയാണ് ഈ സാമാന്യ ജനത്തിനെ ഇമാതിരി ദുർബലമായ ന്യായങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ എത്തിക്കാഫ് എങ്ങനെയാണ്? ഒരു നിസ്കാരത്തിന് പള്ളിയിൽ വന്ന് അങ്ങോട്ട് പോകുന്ന പരിപാടിയാണോ? അല്ല. പിന്നെയോ? ദിവസങ്ങളോളം പള്ളിയിൽ ഇരിക്കുന്ന പരിപാടിയാണ്. ഇരുന്ന് നിസ്കരിക്കുക, നോമ്പോടുകൂടി ഇരിക്കുക, ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകളെന്ന് മാത്രമല്ല, അള്ളാഹിന്റെ റസൂലിന്റെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന ഭാര്യമാർ ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്ന് എവിടെ നമുക്ക് കാണാം? ഇമാം ബുഖാരിയിൽ കാണാം, ഇമാം മുസ്ലിമിൽ കാണാം. ഇഅ്തികാഫിന്റെ അധ്യായം ഹദീസ് ഷരീഫിൽ നമുക്ക് ആ അധ്യായത്തിൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഇത് നമുക്ക് കാണാം. അതാണ്, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കാന യഅ്തഖിഫുൽ അസ്റൽ അവാഖിറ മിൻ റമദാൻ ഹത്താ തവഫാഹുല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ മരിക്കുന്നത് വരെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നിരുന്നു. അള്ളാഹിന്റെ റസൂൽ മരിക്കുന്നത് വരെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നിരുന്നു. സുമ്മ ഇഅ്തഖഫ അസ്വാജുഹു മിൻ ബഅദിഹി. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാർ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. അദ്ദേഹത്തിന്റെ ഭാര്യമാർ ഇഅ്തികാഫ്, ഇതെവിടെ ഉള്ളത്? ബുഖാരിയിൽ, മുസ്ലിമിൽ, മുത്തഫഖുൻ അലൈഹി. നമ്മളൊന്ന് ആലോചിക്കണം. ഇതൊക്കെ പറയുമ്പോൾ ഇവര് നമ്മുടെ ബഹുമാനിയായ പണ്ഡിതന്മാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയാറുണ്ട്. ഈ ഹദീസുകളൊക്കെ ധാരാളം ഉണ്ടല്ലോ, പല രൂപത്തിൽ ഹദീസ് ഉണ്ടല്ലോ. ഈ ഹദീസിനെ ഒന്നിച്ച് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയും, അതെല്ലാം മക്കളെ ഹിജാബിന് ശേഷം ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയും. ഹിജാബിന് ശേഷം ഇതൊന്നും. അപ്പം കേൾക്കുന്ന പാവം വിചാരിക്കും, അപ്പം എല്ലാത്തിനും ഉത്തരമായി. കാരണം ഹിജാബിന് ശേഷം പോയിട്ടുണ്ട്, സമ്മതിച്ച്, പക്ഷേ ഹിജാബിന് ശേഷം പോയിട്ടില്ല എന്നാവും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാണെങ്കിൽ ഈ ഹദീസിൽ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഞങ്ങൾ ഇരുന്നു എന്ന് പറയുമ്പോൾ ഹിജാബിൻ്റെ ആയത്ത് അള്ളാഹ് അവതരിപ്പിക്കുന്നതാണല്ലോ. അത് ഹിജറ 3-ാം വർഷം അവതരിപ്പിച്ചതാണല്ലോ. അതിനുശേഷമാണല്ലോ പ്രവാചകൻ മരിക്കുന്നത്. മരിച്ചതിന് ശേഷം ഞങ്ങൾ ഇരിക്കും എന്ന് പറയുമ്പോൾ പിന്നെ ഹിജാബ് എന്ന് പറഞ്ഞതിന് വലിയ ബലമില്ലല്ലോ. ഇത്രയും ഒന്നും സാമാന്യ ജനം ചിന്തിക്കൂലല്ലോ. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഞങ്ങൾ ഭാര്യമാരെ ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്ന് പറയുമ്പോൾ ഹിജാബിന്റെ ആയത്താണല്ലോ. ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിക്കുന്ന എപ്പോഴാണ്? ഹിജറ 3-ാം വർഷമാണ്.
പിന്നെയും പ്രവാചകൻ 7 കൊല്ലം അവിടെ ജീവിച്ച്, അതിനുശേഷമാണ് പ്രവാചകൻ വഫാത്താകുന്നത്. അതിനുശേഷം ഞങ്ങൾ പള്ളിയിൽ ഇരുന്നു എന്നാണ് ആയിഷ ബീവി പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആയിഷ ബീവിയാണ് പറയുന്നത്, വേറെ സാബി പറയുന്നതല്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല തന്നെ പറയാണ്, ഞങ്ങൾ പ്രവാചകന്റെ വഫാത്തിന് ശേഷം പള്ളിയിൽ ഇഅ്തികാഫിരുന്നിരുന്നു. അപ്പൊ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാവുക? സത്യവിശ്വാസിനികളായ സ്ത്രീകൾക്ക് പള്ളിയിൽ ഇഅ്തികാഫിരിക്കാം. ഇന്നിപ്പോൾ നമുക്ക് അതിന് സൗകര്യമുണ്ട്, പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ഒത്തിരി കേരളക്കരയിൽ പോലും ഒത്തിരി പള്ളികളിൽ സഹോദരിമാർ വന്ന് ഇഅ്തികാഫ് ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇഅ്തികാഫ് ഒട്ടും പറ്റിയില്ലെങ്കിൽ ഇവർ പറയും അത് പള്ളിയിലല്ല, അത് വീട്ടിൽ, അവരുടെ വീട്ടിൽ ഇഅ്തികാഫ്. വീട്ടിൽ ഇഅ്തികാഫ് ഇരിക്കുന്നത് എങ്ങനെയാണ്? വീട്ടിൽ ഇഅ്തികാഫ് ഇരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു ഇഅ്തികാഫ് ഉണ്ട് വീട്ടിൽ ഇഅ്തികാഫ് ഇരിക്കൽ. അതിനെന്തെല്ലാം പറയും? വീട്ടിലിരുന്നെന്ന് പറയും, വീട്ടിലെ പള്ളിയിലിരുന്നെന്ന് പറയും. വീട്ടിൽ പള്ളിയോ? തിരിച്ച് ഒന്നും ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഒന്നും ചോദിക്കൂല, കേട്ട പോലെ ഇങ്ങനെ പോരും. മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങളൊന്നാൽ 2 പെരുന്നാൾ നിസ്കാരം. ആ പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ച് ഉമ്മു അത്തിയ റളിയല്ലാഹു തആല കാലത്ത് അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളോട് അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു. അമറന, ഞങ്ങളോട് കൽപ്പിച്ചു. ഉത്തമമെന്നൊന്നും അല്ല പറഞ്ഞത്, ഞങ്ങളോട് അമറന കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു? അൻ നുഖ്രിജഹുന്ന ഫിൽ ഫിത്രി വൽ അദ്ഹ, ഈദുൽ ഫിത്റിനും ഈദുൽ അദ്ഹക്കും അൽ അവാതിഖ വൽ ഹയ്യള വദവാത്തുൽ ഖുദൂർ, കന്യകമാരെയും മറയിലിരിക്കുന്ന സ്ത്രീകളെയും മെൻസസായ സ്ത്രീകളെയും ഈദ്ഗാഹിലേക്ക് കൊണ്ടുവരുവാൻ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചു. മെൻസസായ പെണ്ണുങ്ങളെയും കന്യകമാരെയും അതേപോലെ തന്നെ പിന്നെ മറയിൽ കഴിയുന്ന ദവാത്തുൽ ഹുദൂർ, മറയിൽ കഴിയുന്ന സ്ത്രീകളെയും കൊണ്ടുവരാൻ കൽപ്പിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞത് ഫഅമ്മൽ ഹയ്യളു ഫയഅ്തസിൽന സ്വലാത്ത, മെൻസസായ സ്ത്രീകൾ നമസ്കാരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. വയസ്ഹദനൽ ഖൈറ വദഅവത്തൽ മുസ്ലിമീന, എന്നിട്ട് എന്തു വേണം? അവർ മുസ്ലിങ്ങളുടെ ഖൈറിലും നന്മയിലും പ്രാർത്ഥനയിലും പങ്കുകൊള്ളണം. അവർക്ക് നമസ്കരിക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ, പ്രാർത്ഥനയിലും പുണ്യത്തിലൊക്കെ പങ്കുകൊള്ളാലോ. അപ്പോൾ ഖുൽതു യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മു അത്തിയ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, യഹ്ദാന ലാ യകൂനു ലഹാ ജിൽബാബുൻ, അതിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾക്ക് ജിൽബാബില്ല റസൂലേ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പർദ്ദയില്ല റസൂലേ. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യും? അതിന് അല്ലാഹുവിന്റെ റസൂൽ അതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? കാല ലിതുൽബിസഹാ ഉഖ്തുഹാ മിൻ ജിൽബാബിഹാ, അവരുടെ സഹോദരിമാർ എന്തു വേണം? അവർക്കുള്ള ഒന്നിലേറെ ജിൽബാബുകളിൽ ഒരു ജിൽബാബ് അവരെ ഉടുപ്പിക്കണം. ഇതെവിടെയുണ്ട്? ഇമാം ബുഖാരിയിലുണ്ട്, ഇമാം മുസ്ലിമിലുണ്ട്, അവരുടെ സ്വഹീഹുകളിലൊക്കെ ഉണ്ട്. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക, ഇത്രയൊക്കെ തെളിവുണ്ടായിട്ട് എന്താണ് പിന്നെ ഇവർ ഇത് ജനങ്ങളോട് പറയാത്തത് എന്ന്. അതാണ് നമ്മൾ പറയേണ്ടത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് പഠിക്കാൻ, ത്രില്ലോടുകൂടി പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ സത്യം അനാവരണം ചെയ്യപ്പെടും. ഡെഫിനറ്റ്ലി നമുക്കിത് മനസ്സിലാകും. ഇവരിത് മറച്ചു പിടിക്കുകയാണ്, ഇവർ ഇത് ഒളിച്ചു വയ്ക്കുകയാണ്. ഇത് ഞങ്ങൾ പണ്ട് മുതൽ ഇങ്ങനെ പറഞ്ഞു പോയി, ഇനി മാറ്റി പറയാൻ പറ്റില്ല എന്ന് നമുക്ക് കൃത്യം മനസ്സിലാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ചാണ്, ഈ വസ്തുതകളെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ് മിനിഞ്ഞാന്നും ഇന്നലെയൊക്കെ ആയിട്ട്, 4 നാളൊക്കെ ആയിട്ട് പത്രത്തിൽ വന്നത് ഇത് മതയുക്തിവാദികളുടെ വാദമാണെന്ന് പറഞ്ഞത്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുജാഹിദിന്റെ ഒക്കെ വാദമാണെന്നാണ് ഈ പറയുന്നത്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുജാഹിദിന്റെ വാദമാണോ? ഇത് എടുത്തു നോക്കിയാൽ ഇത് പണ്ടത്തേതുപോലെയല്ല എൻ്റെ സഹോദരന്മാരെ. നിങ്ങൾക്ക് ഇതെല്ലാം എവിടെ കിട്ടും? യൂട്യൂബിൽ ലഭ്യമാണ്. ഈ കിതാബൊന്നും ബുഖാരി മുസ്ലിമൊന്നും നിങ്ങൾ വാങ്ങാനൊന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. യൂട്യൂബിൽ അറബി അറിയാവുന്നവർക്ക് വളരെ സുഖകരമാണ്, ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഇംഗ്ലീഷിൽ ലഭിക്കും. ഇത് ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ പറയാം, അത് ഇംഗ്ലീഷിലൊക്കെ വായിച്ചതാണ് ഈ പ്രശ്നം ഉണ്ടായത്, മലയാളത്തിലൊക്കെ വായിച്ചതാണ് പ്രശ്നം ഉണ്ടായതെന്ന് പറയും. അതാണ്. ഖുർആൻ പോലും മലയാളത്തിലാക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹദീസ് മലയാളം എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കുമോ? അപ്പം ഞാൻ പറയുന്നത് നമ്മൾ പഠിക്കണം. പഠിച്ചാൽ ഈ കാര്യം ബോധ്യപ്പെടും എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറം ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. അതാണ് അത് പഠിക്കാൻ ഞാൻ പറയുന്നത്. ഇത് ആ പെൺകുട്ടി പറഞ്ഞ പ്രശ്നം മാത്രമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 2018 ഈ പള്ളിയിൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ അത് നിഷിദ്ധമാണ്, അത് ഹറാമാണ് എന്നൊക്കെ ഫത്വ കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ
നമ്മുടെ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ ബുദ്ധിജീവിയായിട്ടുള്ള ഒരു ബഹുമാന്യനായ ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഷുഐബുൽ ഹൈതമി. അദ്ദേഹം നല്ല നോളജുള്ള ആളാണ്. അദ്ദേഹം അത്തരം രംഗങ്ങളിൽ വളരെ നന്നായി നോളജ് പ്രകടിപ്പിക്കുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ബഹുമാന്യനായ പണ്ഡിതനാണ്, അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞതിൽ കൂടുതലൊന്നും ഈ ഫാത്തിമ നർഗീസ് എന്ന സഹോദരി പറഞ്ഞിട്ടില്ല. അദ്ദേഹം 2018 ഒക്ടോബറിൽ സുപ്രഭാതം ദിനപത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തിൽ, ശബരിമലയുമായി ബന്ധപ്പെട്ട് എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞതാണ് 2018 ഒക്ടോബർ മാസം 21-ാം തീയതിയിലെ സുപ്രഭാതം എടുത്തു നോക്കിയാൽ നമുക്ക് ആർക്കും കാണാൻ കഴിയും, ഷുഐബുൽ ഹൈതമി എന്ന് പറയുന്ന ബഹുമാന്യനായ പണ്ഡിതൻ അതിനകത്ത് എഴുതി വച്ചിട്ടുള്ളത്, മസ്ജിദുകളിൽ ആദരവിനോ ആരാധനയ്ക്കോ ആനന്ദത്തിനോ വേണ്ടി സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് ഇസ്ലാമിൽ വിലക്കില്ല, അക്കാര്യത്തിൽ പ്രായ നിയന്ത്രണമില്ല. ഇതല്ലേ അദ്ദേഹം പറഞ്ഞു, ഈ സഹോദരിയും പറഞ്ഞോളൂ. സഹോദരി പറഞ്ഞപ്പോൾ കുറച്ചുചാടിയ ആളുകൾ എന്തിയെ ഇദ്ദേഹം വന്ന് എഴുതിയിട്ട് കുറച്ചുചാടാതിരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആനന്ദത്തിനോ ആരാധനക്കോ അതേപോലെ തന്നെ ആദരവിനോ വേണ്ടി സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതിന് പ്രവേശിക്കുന്നതിന് ഇസ്ലാമിൽ വിലക്കില്ല എന്നാണ് പറയുന്നത്. അതിനകത്ത് പ്രായത്തിന്റെ നിയന്ത്രണവുമില്ല എന്നാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ പിന്നെന്താണ് പറയേണ്ടത്? ഇതല്ലേ ഇവിടെ എല്ലാവരും പറയുന്നുള്ളൂ. അല്ലാതെ എല്ലാ പെണ്ണും ഈ താറാവും കൂട്ടത്തെ രാത്രി തെളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പോലെ എല്ലാ പെണ്ണുങ്ങളും പുരുഷന്മാരെ പോലെ പള്ളിയിലേക്ക് പോകണമെന്ന് ഇവിടെ ആരും വാദിച്ചിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമിക്ക് ആ വാദമില്ല, മുജാഹിദിന് ആ വാദമില്ല. ഇനി ആരെങ്കിലും പണ്ടെങ്ങാനും വാദിച്ചിട്ടുണ്ടെങ്കിൽ ആ വാദമൊട്ട് അംഗീകരിക്കാനും പറ്റില്ല. ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ വക്കത്തിലും കൊണ്ടുപോകണം എന്ന് ഇവിടുത്തെ ആളുകൾ വാദിക്കുന്നു എന്ന് ആദ്യം സമർത്ഥിക്കും, എന്നിട്ട് അതിനാ മറുപടി പറയണത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളൊക്കെ അത്യാവശ്യം വെളിവും വെള്ളിയാഴ്ചയും വിവരമൊക്കെ ഉള്ള ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ, എനിക്ക് നേരിട്ടറിയാം, എത്രയോ സഹോദരിമാർ വെള്ളിയാഴ്ച ദിവസത്തെ ഉത്ബോധനം കേട്ട് നന്നായതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്കറിയാം. അഥവാ ബാഗിൽ മക്കനയും പർദ്ദയും ഒക്കെ ആയിട്ട് വന്ന സഹോദരിമാർ പിന്നീട് എപ്പോഴും ഈ പറയുന്ന ജിൽബാബിട്ട് നടക്കുന്ന അവസ്ഥയിലെത്തിയ ഒരുപാട് സഹോദരിമാരെ ഈ ഉള്ളവനറിയാം. അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ ലഭിക്കാവുന്ന ഒരു സന്ദർഭമാണ് ജുമാ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ജുമാക്ക് വരുമ്പോൾ നിങ്ങളുടെ ഭാര്യമാരെയും കൂടി കൊണ്ടുവരണം. നിർബന്ധിച്ചു കൊണ്ടുവരണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അവർക്ക് പല കാര്യം തടസ്സങ്ങളുണ്ടാകാം, ആ തടസ്സങ്ങളൊക്കെ മാറ്റിവെച്ച് കൊണ്ടുവരണമെന്നല്ല. ഏതായാലും നിങ്ങൾ വരികയല്ലേ, നമ്മുടെ ഭാര്യയല്ലേ, ഇണയല്ലേ, അവളും കൂടി ചില ഇൽമ ഉണ്ടാകട്ടെ, അറിയട്ടെ എന്ന് വിചാരിക്കുന്നതിന് എന്താ തെറ്റുള്ളത്? അതുകൊണ്ട് നിങ്ങളത് ചെയ്യണം എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പരം നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.